ഗോവൻ ഇൻക്വിസിഷനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1561 മുതൽ 1774 വരെ ഏറെക്കുറെ 213 വർഷം കത്തോലിക്ക സഭ ഗോവയിൽ നടത്തിയ അതിക്രൂരമായ, നിന്ദ്യമായ, നീചമായ, അങ്ങേയറ്റം പൈശാചികമായ മതദ്രോഹ വിചാരണയ്ക്കാണ് ഗോവൻ ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. കത്തോലിക്ക സഭ ചരിത്രത്തിന്റെ പല കാലഘട്ടങ്ങളിൽ, പല ദേശങ്ങളിൽ, പല രൂപത്തിൽ ഇൻക്വിസിഷൻസ് അഥവാ മതദ്രോഹ വിചാരണകൾ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും കുപ്രസിദ്ധമാണ് സ്പാനിഷ് ഇൻക്വിസിഷൻ. അതുപോലെ ആ ഇൻക്വിസിഷന്റെ ഒരു ഭാരതീയ അധ്യായമാണ് ഗോവൻ ഇൻക്വിസിഷൻ. സമാധാനപ്രിയരായി, ശാന്തരായി ഗോവയിൽ താമസിച്ചിരുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ ഇടയിലേക്ക് പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിലുള്ള കത്തോലിക്ക മതപരിവർത്തന ഭീകര സംഘം കടന്നു ചെല്ലുകയും അവരുടെ ആരാധനയെയും വിശ്വാസത്തെയും വിചാരണ ചെയ്യുകയും വിചാരണ ചെയ്യപ്പെടുന്നവരെ പരസ്യമായി വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്ത് തദ്ദേശവാസികളിൽ ഭീതി പരത്തി. നിർബന്ധിതമായി മതപരിവർത്തനത്തിന് വിധേയരായി. മതപരിവർത്തനത്തിന് സമ്മതിക്കാത്തവർ ഒന്നുകിൽ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ നാടുവിടാൻ നിർബന്ധിതരായി. അങ്ങനെ അക്കാലഘട്ടത്തിൽ ഗോവയിൽ നിന്ന് നാടുവിട്ട് നമ്മുടെ കേരളത്തിൽ വന്ന് താമസിച്ചവരാണ് പൈ, ഭട്ട്, ഷേണായി, പ്രഭു, കമ്മത്ത് എന്നൊക്കെയുള്ള പേരിൽ. നമ്മൾ കോട്ടയത്ത് പോലും കമ്മത്ത് ഹോട്ടലിൽ നിന്ന് മസാല ദോശ കഴിക്കുന്നു, ഷേണായുടെ കടയിൽ നിന്ന് തൂമ്പയും വെട്ടിരുമ്പും മേടിക്കുന്നു, പൈയുടെ കടയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ മേടിക്കുന്നു, പ്രഭുവിന്റെ കടയിൽ നിന്ന് നോട്ട് പുസ്തകം മേടിക്കുന്നു, ഭട്ടിന്റെ കടയിൽ നിന്ന് സ്വർണം മേടിക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെ പരിചയമാണ്. എങ്ങനെയാണ് ഇവരൊക്കെ കേരളത്തിൽ, മധ്യ തിരുവിതാംകൂറിൽ ഒക്കെ വന്ന് താമസമാക്കിയത്? ഈ കത്തോലിക്ക സഭയുടെ ഗോവയിൽ നടന്ന ഈ ക്രൂരമായ നരനായാട്ട് 1561 മുതൽ 1774 വരെയുള്ള 213 വർഷം 16,000-ൽ അധികം ആളുകൾ ഈ ഇൻക്വിസിഷനിൽ കൊല്ലപ്പെട്ടു. ഇൻക്വിസിഷൻ അവസാനിച്ചതോടുകൂടെ സകല ഇൻക്വിസിഷൻ രേഖകളും അവർ നശിപ്പിച്ചു. ചരിത്രത്തിൽ അത് വായിക്കപ്പെടാതിരിക്കുവാൻ അവർ തെളിവുകൾ നശിപ്പിച്ചുവെങ്കിലും ദൈവത്തിന്റെ വിരലടയാളം പോലെയുള്ള തെളിവുകൾ അവശേഷിച്ചതുകൊണ്ട് ഇന്നും ഗോവൻ ഇൻക്വിസിഷൻ ഭാരതീയ മനസ്സിലേറ്റ ഒരു നോവായി, ഒരു മുറിവായി, മനുഷ്യ ചരിത്രത്തിലെ തീരാക്കളങ്കമായി നിലനിൽക്കുകയാണ്. അതിന്റെ ബാക്കിപത്രം, ശേഷിപ്പാണ് നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വന്നിട്ടുള്ള ഭട്ടുമാരും, പൈമാരും, കമ്മത്തുമാരും, പ്രഭുമാരും, ഷേണായിമാരും ഒക്കെ. അവരുടെ വ്യാപാര സ്ഥാപനങ്ങൾ കാണുമ്പോൾ, പൈ എന്ന് കാണുമ്പോൾ, ഷേണായി എന്ന് കാണുമ്പോൾ ഈ അതിക്രൂരമായ ഈ നരനായാട്ടിന്റെ അധ്യായം മറന്നു പോകരുത്. മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യവിരുദ്ധമായി, പൈശാചികമായി പ്രവർത്തിച്ചിട്ടുള്ള കത്തോലിക്ക സഭയുടെ മറ്റൊരു ഇരുണ്ട അധ്യായമാണ് ഗോവൻ ഇൻക്വിസിഷൻ. ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ പേജിൽ തുടർന്ന് വരുന്ന പോസ്റ്റുകളെ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്.